ഞങ്ങൾക്കും കൊടുത്തു അത് കണ്ടിട്ടാണോ നീ കുഞ്ഞിക്കുരാന്ന് പറഞ്ഞേ? അതല്ല, അത് വേറെ ഇവിടെ ഈ കാടും മലയൊക്കെ അല്ലേ? അതന്നെ മോളെ ബാക്കിലായി പോയിപ്പോ. പുനർജനി കണ്ടോ? പുനർജനി ഗുഹ. ഇതിലെ സാമീനെ ശരണം വിളിച്ച് വലുതാവും കുട്ടി. വായോ കൊണ്ടോയേ അമ്പലത്തിക്കെന്തായോ നല്ല പിക്കത്തു ഇല്ല. ശരി വരാം. വാസുദേവ ഇന്ദ്രനീലമീനിയിൽ ചാർത്താം മിനിയവനൊരു മന്ദാരമാല കൃഷ്ണ മുകുന്ദ ഹരേ പരമരുളനെ. അയ്യോ അയ്യോ ഹലോ ഗൈസ്, നമ്മള് ഏതാമ്മടി ചോദിച്ചിരിക്കുക? ആറാശര അയ്യപ്പന്റെ അമ്പലം. അയ്യപ്പന്റെ അമ്പലം അറിയോ? അയ്യാശന്റെ അമ്പലം അയ്യപ്പന്റെ അയ്യാശന്റെ അമ്പലം. ഏതമ്പല? വന്നണ്ട കുഞ്ഞോള് ഇങ്ങോട്ട് വന്നണ്ട? പീക്കാച്ചു വന്നണ്ട? എവിടെ വന്നിക്കണ്? വന്നിട്ടില്ലല്ലോ. പിന്നെ പീക്കാച്ചു വന്നണ്ട? ഒരു വട്ടം വന്നണ്ട? വെറുതെ പറയണ്. ഇവിടെ ആറാശന് ശാസ്താവണ് കേട്ടാ. മൂളിക്കിങ്ങനെ കയറി പോണം കണ്ട. മൂളിക്കിങ്ങനെ കയറി പോയിട്ട് നമുക്ക് കാണാം ശാസ്താവനെ കേട്ടാ. കേറുവോ കുഞ്ഞോളോ? ഞാനും പോവാന്നോ? നടക്ക്. അമ്പാച്ചനുള്ളതാണ് കേട്ടാ. കണ്ടു അമ്പാച്ചന് ശാസ്താവിന് വേണ്ടത് നെയ്യ്. ഇത് എണ്ണ. അതാ തമ്പാച്ചന്റെ നാളികേരം. പറയല്ല പാറ പാറുണ്ട്. എപ്പോഴും പാറുണ്ടായില്ലേ? ഗർഭിണിയായിരിക്കുമ്പോഴേ അച്ഛൻ ശബരിമലയ്ക്ക് പോവാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ആരേച്ചടുത്ത് വന്നിട്ടാണ് ശബരിമലയ്ക്കുള്ള മാല അച്ചിട്ടത്. പിന്നെ നമ്മള് പീക്കാച്ചൂന് വഴിപാട് വേണ്ടിട്ട് ഇപ്പൊ നമ്മള് മേടിച്ചില്ലേ ആൽരൂപം, അങ്ങനത്തെ മേടിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ അയ്യപ്പന്റെ നടക്ക് ശാസ്താവിന്റെ നടക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ മോളും പീക്കാച്ചി അമ്പലത്തിക്ക് വെച്ച് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ഇപ്പൊ പാട്ട് പറഞ്ഞ പാടിട പൊന്നോ. അത് പാടും. അത് കണ്ണന് പാട് പാട് അമ്പലത്തിൽ പാറ കാട്ടി തരാം. പാറ നമുക്ക് പുനർജനി കാട്ടിത്തരാം. പുനർജനി കണ്ടിട്ടുണ്ടോ കുട്ടികള്? കല്ലാണ് സാമിയുടെ അടുത്ത് കല്ലും മുള്ളും കാണിക്കുമെത്തെന്ന് പറഞ്ഞു.
കത്തിക്കുമ്പോ ദീപം കൊറേ തെളിയിച്ചു. അമ്മാമയൊക്കെ വരുമ്പോ ഇതൊന്നുമില്ല പൊന്നു. ഇവിടൊക്കെ കാട്, പിന്നെ കൈവഴി, ഈ കൈവഴി കേറി വന്ന് ഇപ്പൊ വീണാണ്. കൊതുമ്പ്, കലം അയ്യോ ഇപ്പൊ വീണാ ഇതുമ്പാ. ഇവിടെ കേറി വെച്ച് അയ്യോ ഇപ്പൊ വീണാലേ. സ്വാമിക്ക് നേദിച്ച് ഒമ്പതാം തീയതി കയറുവോ പിടിച്ചോ. അല്ലേ കുഞ്ഞോളെ ഈ പഠിക്കണ എത്ര കണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റുമോ എന്റെ മോൾക്ക്? ആറേശ്വരം ശാസ്താക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോടശ്ശേരി മലയിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. ശരിക്കും വനാന്തരീക്ഷത്തോട് ചേർന്നിട്ട് മലമുകളിലായിട്ട് മഞ്ഞും വെയിലും മഴയും ഒക്കെ കൊള്ളണ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ വായോ തമ്പാച്ചനിലൂടെ ഇന്ന് കാണുന്നത്. വായോ പേരറിയോ? ആറേശ്വരം ശാസ്ത്ര നീരാഞ്ജന വഴിപാട് കഴിക്കുന്നതാ. അമ്മ വലിയ മല മലല്ല പാറ മുറിക്കണ അത് മുറിക്കണ അത് ഉദയ അതിന്റെ മുകളില് എന്തൊരു അമ്പലത്തിൽ കണ്ടു വിളക്കിന്റെ മുകളില് പറയാൻ പറ്റില്ല. ഓരോ അമ്പലത്തിലെ ഏത് ദൈവം അവരുടെ വാഹനം അയ്യപ്പനാ ഇപ്പൊ വീണ്ടും കോവിലിന്റെ പ്രത്യേകത എന്തിട്ടാന്നറിയോ കുഞ്ഞുങ്ങൾക്ക്? വെയിലാണെങ്കിലും സാമീര മേടിക്കായിരിക്കും കണ്ടാ. അവിടെ മാത്രം ഓടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നെറ്റി വെച്ചിക്കണ് മോളില് കണ്ടില്ലേ? പീക്കാച്ചു കണ്ടാ മോളിലേക്ക് നോക്കിയാ കണ്ടാ തീർത്ഥം മേടിച്ചോളോ. ഒരു കൈയോടെ ഒരു വേണ്ടും കുഞ്ഞോട് മേടിച്ചോളോ. മേടിച്ചോ. പീക്കാച്ചു മേടിക്കില്ല. രണ്ട് കൈ ഉണ്ടും പോരെ ആ ഇത് മതി. പീക്കാച്ചു ഞങ്ങൾക്കും കൊട്ടോ. സൂപ്പറായാ. പൂവ് എടുക്കുന്നത്. ഇനി പൂവ് തലയൊക്കെ പൂവ് ചോദിച്ചു വേഗം പൂവ് ചോദിച്ചു. അവിടെ കാട് കണ്ടാ മരങ്ങളൊക്കെയാ കണ്ടാ. അമ്മ പിന്നെ ആലി വീണ് കിടക്കുന്നുണ്ട്. ആലിലല്ലത് അത് പൂവളത്തിന്റെ അല്ല. പൂവളമരം കണ്ടാ നോക്കിയേ. അതാണ് പൂവളമരം. ഇതൊക്കെ കണ്ടാ അതാണ് ഇതാലില്ല. അതൊക്കെ പൂവളമരം ഇലകൾ വീണ് എടുക്കുന്നത്. പൂവള ആർക്കാണെന്നറിയോ കൊടുക്കട്ടെ? ശിവന് കൊടുക്കണ്ടാണ് പൂവളം. ഇവിടെ ശിവനുണ്ടായ ഇവിടെ ശിവനില്ലേ നാഗങ്ങള് അറിയാനത് ഭൂതങ്ങളാണോ? പീക്കാച്ചിനറിയോ നോക്കിയേ? ആരതിക്കത് പാമ്പുച്ചിയുടെ ദൈവങ്ങൾ നാഗങ്ങൾ കേട്ടാ. പീക്കാച്ചിന് പാമ്പുച്ചിന്ന് അറിയുള്ളൂ അല്ലേ? പടിയൊക്കെ കേറിയിട്ട് വേണം നമ്മൾ അവിടെ പാറക്കണ്ട അവിടെ പ്രാർത്ഥിക്കാനുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കട്ടാ. ഇത് പുനർജനി നമ്മുടെ സ്വാമി സ്വാമീനെ പ്രാർത്ഥിച്ചോട്ടാ.
സ്വാമിയും കൈ കൂട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണ പോലെ കണ്ടാ നിങ്ങള് അതുപോലെ ഇങ്ങനെ കൈ കൂട്ടി തൊഴിട്ടാ തീ കെട്ടാ മതി തീ കെട്ടാ മതി എവിടെ പോയി അതിലിട്ടാ അല്ലെങ്കിൽ അവിടെ വെച്ചു അവിടെ വെച്ചോ അവിടെ വെച്ചോട്ടാ തൊഴുതോട്ടാ ഇവിടെ വെച്ചോപ്പോ ഇവിടെ പാത്തിച്ച് അങ്ങോട്ട് വെച്ചോ ഭണ്ഡാരം ഉണ്ടെന്ന ഭണ്ഡാരത്തിലിട്ടോ ഭണ്ഡാരം എന്നാ പറയാ കാശ് ഇടണേനെ ഇവിടെ ബാക്കില് അതന്നെ മോളെ ബാക്കിലായി പോയിപ്പോ കുന്നിക്കൂരിന്റെ പകരം ഏതാണ് കുന്നിക്കുരുവിന്റെ പകരം മഞ്ചാടി മഞ്ചാടിയുടെ കണ്ടെടുക്കണ്ടു കൊഴപ്പില്ലേ അപ്പൊ അത് പ്രാർത്ഥിച്ച് കാശ് ഇടും ഇവിടെ പ്രാർത്ഥിച്ചില്ലേ ഇവിടെ ഇതെന്തിട്ട് പ്രാണിയെ കുറ്റൂടെ അതെന്തിട്ട് കൊറേ പ്രാണികൾ ഉണ്ടാവും മറ്റേ ഇതൊക്കെ അല്ലേ മലയാളി കുഞ്ഞിന്റെ ഒക്കെ മനസ്സിലാ അത് കണ്ടിട്ടാണോ നീ കുന്നിക്കുരാന്ന് പറഞ്ഞേ അതല്ല അത് വേറെ ആ ഇവിടെ ഈ കാടും മലയൊക്കെ അല്ലേ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കൊറേ പ്രാണികളും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ കണ്ടാ ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പുനർജനി ഗുഹാട്ടാ എന്നിട്ട് അതിന്റെ പേരെന്നറിയോ പുനർജനി കണ്ടോ പുനർജനി ഗുഹ ഇതിലെ സ്വാമീനെ ശരണം വിളിച്ച് ഈ ഗുഹ നൂണ്ട് കടന്നാലാണ് പുനർജനി നൂഴാന്ന് പറയും നമ്മള് പുനർജനി കണ്ടോ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ശരണം വിളിച്ച് ഭക്തിയോടുകൂടി കടന്നാലേ അതിൻ്റെ ഉള്ളിൽ അതാണ് സ്വാമി ശക്തി കിട്ടുന്നത് എന്റെ മോളാക്കൂല്ലേ അമ്മേ അപ്പൊ പീക്കാച്ചിന് സ്വാമിയുടെ നല്ല ശക്തി ഉണ്ട് അപ്പുവോ സ്വാമി കൊണ്ടുപോകൂല്ലേ ഞാൻ തന്നെ പോവും അന്നെ പോകൂല്ലേ എന്നെ കൊണ്ടുപോകും പീക്കാച്ചിനെ കൊണ്ടുപോകും കുഴപ്പമില്ലാട്ടാ വയ്യാണ്ടായാലും മാറും പീക്ക നമ്മളിഷ്ടായ ഇവിടേക്ക് കേറണ്ട പീക്കാച്ചു വലുതാവുമ്പോ വലുതാവും കുട്ടി മയിൽപ്പീലൊക്കെ എന്തിനാ മയിൽപ്പീലി അല്ലാതെ ആലിലല്ലേ ആലില്ലാതെ ദശ മതി അപ്പൊ ആലില്ലാതെ കിട്ടും ആലില്ലാതെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മള് വീട്ടില് പോവാണ്ടാ കിഴക്കോട്ടാണ് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശനിദോഷത്തിനുള്ള നീരാഞ്ജനാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ആറേശ്വരം ഷഷ്ഠി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം വ്രതശുദ്ധിയോട് കൂടിയിട്ട് ഇവിടെ അയ്യപ്പ ഭക്തന്മാര് പുനർജനി നൂഴുന്നത് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ. പങ്കിട്ട് തിന്ന അവര് അയ്യോ പഴത്തൊലിയൊക്കെ കൊണ്ടുപോയിട്ട് തിന്നെ നോക്കിയതേ കരിക്ക് കൊണ്ട് പോയി ആള് പഴത്തൊലിയൊക്കെ തിന്നോട്ട് വിശന്നിട്ട് കണ്ട അവരെ അമ്മ ചോദിക്കാറില്ലേ കുഞ്ഞോളോട് കൊരങ്ങി വെച്ചേക്കണ്ട കവളിന്റെ ഇവിടെ കേറി പോയി നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ എന്താന്ന് വെച്ചിട്ടേ ഓടിപ്പോയി. അയ്യോ അല്ലെങ്കിലും പിടിക്കാൻ പറ്റൂല്ലോ. കരിക്ക് കൊണ്ടുപോയി ആളെവിടെയാ ഉരുണ്ട് കൊണ്ട് പല്ലുകൊണ്ട് കടിച്ചു കൊണ്ടുപോയതാ. കൈ കൊണ്ട് പിടിച്ചിട്ടല്ല ഇവിടെ നിന്ന് തേക്ക് ഈ പടി ഇങ്ങനെ കേറി കേറി ഇവിടെ നിന്നാണ് കിടക്കണ്ടായിരുന്നേ. എടുത്തോരോ ഓട്ടം അങ്ങോട്ട് ഓടി. അമ്മ പറഞ്ഞപ്പോ ആ കണ്ട കണ്ട വീക്ക കയ്യൊക്കെ നോക്കി തുടങ്ങി അപ്പൊ ആരെ തൊഴുതേ സ്വാമിനെ പിന്നെ കൊരങ്ങനെ കണ്ടു. കൊരങ്ങനെ കണ്ടു നമ്മള് ശാസ്ത്ര 2-3 കൊരങ്ങനെ കണ്ടു. ശാസ്താവിനെയാണ് നമ്മൾ കൊരങ്ങൻ മണി
മണിയടിച്ചത് കേട്ടാ? കൊരങ്ങന്മാര് മണിയടിച്ച സൗണ്ട് കേട്ടാ? അപ്പൊ പേടിക്കണ്ട. സാമി കണ്ട, സാമി പറയാണ് പീക്ക കുഞ്ഞോളെ നിങ്ങൾ പോവല്ലേ, അപ്പൊ നിങ്ങള് പാട്ടിച്ചില്ലേ, നിങ്ങളെ എനിക്ക് ഇഷ്ടായിട്ടാന്ന് പറയാൻ വേണ്ടിട്ട് മണിയടിച്ചിരിക്കുന്നതാണ് കേട്ടാ. ഈ ഉടുപ്പ് ആരാ അടിച്ചത്? എവിടെന്നാ? അമ്മായി. അതെ, നല്ല ഭംഗിയുണ്ട് മൈപ്പീലൊക്കെ പോലെ ആയിട്ട്. കുഞ്ഞോളുടെ അമ്മായ ഇഷ്ടായാ? സൂപ്പർ ഉടുപ്പില്ലേ? ഇഷ്ടല്ലേ? എന്തത് ഉടുപ്പിടൊന്നും ഇഷ്ടല്ല അല്ലേ? കൊഴപ്പില്ല. കൊരങ്ങന്റെ പെണ്ണാണെങ്കിൽ ഉടുപ്പിട്ട് നല്ല ഭംഗി നടക്കും. അപ്പൊ കൊരങ്ങി ചാടി ചാടി പോ വീഡിയോ കൊരങ്ങൻ ഷർട്ടൊക്കെ ഇട്ടു. അപ്പൊ അച്ഛന്റെ ഷർട്ടിലാക്കി കൊണ്ടുപോകും. അപ്പൊ അച്ഛൻ തലൊക്കെ മുച്ചിട്ട് കൊണ്ടുപോകും. മതി. വീഡിയോയിൽ ലൈക്കും ചെയ്തല്ലോ, ലവും ചെയ്തല്ലോ, സബ്സ്ക്രൈബ് ചെയ്തല്ലോ. ഞങ്ങൾ വായ കുഞ്ഞോളെ തമ്പാച്ച കണ്ടല്ലോ, ലൈക്ക് ചെയ്തല്ലോ. വായ തമ്പാച്ച കണ്ടല്ലോ കുഞ്ഞാൾ. പിക്കാച്ചു. ബൈ ബൈ, see you later. നാനാദേശങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തന്മാർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ശാസ്താവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. അടുത്ത ക്ഷേത്ര ദർശനത്തിന്റെ വിശേഷവുമായി വായോ തമ്പാച്ചലിലൂടെ വീണ്ടും കാണാം.